വീണ്ടും വീണ്ടും അതിന്റെ വരികൾ ആവർത്തിക്കാത്തതിനാൽ പാടുന്നവരോട് എനിക്ക് അമർഷം തോന്നാറുമുണ്ട്. ബഹളമയത്തിനിടയിൽ ദൈവത്തെ നാം കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ട്. അതിനായി നാം താളമേളങ്ങളുടെ ഘനം കൂട്ടാറുണ്ട്. ബൈബിളിന്റെ ആധികാരികത, അതിന്റെ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്നത് വിശ്വസനീയമായ എഴുത്തുകളിലാണ്. ആദിയോടന്തം പരിചയപ്പെടുത്തുന്ന മനുഷ്യ ജീവിതങ്ങളിൽ അമാനുഷികത ഇല്ലെന്നുള്ളതാണ് അതിനെ ഏറെ വിശ്വസനീയമാക്കുന്നത്. ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റക്കുറച്ചിലുകളെല്ലാം തിരുത്തലുകളില്ലാതെയും വെച്ചുകെട്ടലുകളില്ലാതെയും അവതരിപ്പിക്കുന്ന പുസ്തകമാണ് തിരുവചനമാകുന്ന ബൈബിൾ. സാധാരണക്കാരായ നമ്മെ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രീയമായ വചനങ്ങൾ. പഴയതും പുതിയതുമായ ഭക്തന്മാരുടെ ജീവിത കഥകളിലൂടെയുള്ള എന്റെ യാത്രയിൽ അവരിലൂടെ ചെയ്തെടുത്ത മിക്ക അത്ഭുത പ്രവൃത്തികളും എന്നെ അത്ഭുതപ്പെടുത്താറില്ല. ആ അത്ഭുതം സംഗീതങ്ങളിലൂടെ പുറത്തു വന്നാലും വികാര വിക്ഷോഭനായി തീരുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇനിയും നടക്കുവാൻ പോകുന്ന മഹാത്ഭുതം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നെ തെല്ലൊന്നുമല്ല കൊതിപ്പിക്കുന്നത്. അവ സംഗീതമായി പരിണമിക്കുമ്പോൾ അവയിൽ എന്റെ വികാരം ഏറാറുണ്ട്. വീണ്ടും വീണ്ടും അതിന്റെ വരികൾ ആവർത്തിക്കാത്തതിനാൽ പാടുന്നവരോട് എനിക്ക് അമർഷം തോന്നാറുമുണ്ട്. ദൈവഭക്തന്മാരിലൂടെ ചെയ്തെടുക്കുന്ന അത്ഭുത പ്രവൃത്തികളെക്കാൾ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അവയുടെ ഇടയിൽ കൂടെ തന്റെ ഭക്തന്മാരെ പണിതെടുക്കുന്ന കർത്താവിന്റെ ഹൃദയത്തെയാണ്. അവരിലൂടെ നടന്ന അത്ഭുത പ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനേക്കാൾ ദൈവം പഠിപ്പിച്ച പാഠങ്ങൾ അവരെങ്ങനെ ഉൾക്കൊണ്ടെന്നും അവർ എങ്ങനെ ജീവിതത്തെ ക്രമീകരിച്ചെന്നും ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് അവർ എങ്ങനെ പ്രതികരിച്ചെന്നുമുള്ളതുമാണ് എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരാളുടെ ജീവിതം പഠിക്കുവാൻ ഇറങ്ങുമ്പോൾ ആ വ്യക്തിയോടൊപ്പം ദീർഘദിവസങ്ങൾ ഞാൻ താമസിക്കാറുണ്ട്. അവർ പോകുന്നതിനോടൊപ്പം സഞ്ചരിക്കാറുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നവരുമായി ഞാൻ ചങ്ങാത്തം കൂടാറുണ്ട്. അങ്ങനെ വലിയ അത്ഭുതങ്ങളിലൂടെ സഞ്ചരിച്ച് വേദപുസ്തക ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത അഗ്രഗണ്യനാണ് ഏലിയാവ്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ രാജാവും അവന്റെ ക്രൂരയായ ഭാര്യയും ഭരണം കൈയാളുന്ന സമയത്തോ ആരെയും കൂസാതെ അവരുടെ പാപങ്ങളെ വിളിച്ചു പറയുവാൻ ധൈര്യം കാണിച്ച യോദ്ധാവാണ് ഏലിയാവ്. നീയും നിന്റെ പിതൃഭവനവുമാണ് ഇസ്രായേലിന്റെ നാശത്തിന് കാരണക്കാരെന്ന് എന്തും ചെയ്യുവാൻ മടിക്കാത്തവരുടെ മുഖത്തു നോക്കി സധൈര്യം പറഞ്ഞവൻ. ബാലിന്റെ 450 ഇസബേൽ ചൊല്ലും ചോറും കൊടുത്ത് വളർത്തുന്ന അശേരയുടെ 400 പ്രവാചകന്മാരെ നിർദാക്ഷിണ്യം വെട്ടിക്കൊന്നവൻ. എന്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവമെന്ന് ശത്രുപക്ഷത്തിന് സ്വന്തം പക്ഷത്തിനും തെളിയിച്ചു കൊടുത്തവൻ. മഞ്ഞും മഴയും ഞാൻ പറയാതെ ഉണ്ടാകില്ലെന്ന് തെളിയിച്ചവൻ. ഇതിലേറെ വിശേഷണത്തിന് യോഗ്യനാണ് ഏലിയാവ്. തന്റെ ആഹാരം ആരുമായും പങ്കുവയ്ക്കാത്ത കാക്കയിൽ കൂടെയും വിധവയിൽ കൂടെയും തന്നെ പരിപാലിച്ച ദൈവത്തിന് ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാനാവില്ല. നമ്മെ നിരന്തരം തന്റെ ശുശ്രൂഷയ്ക്കായി ഉപയോഗപ്പെടുത്തുമ്പോൾ, വെളിപ്പാടുകൾ അധികമായി നൽകുമ്പോൾ ചിന്തിച്ചു പോകരുത് ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ എന്ന്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകുവാൻ സാധ്യതയുള്ളതിനാൽ പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്നു, നിന്റെ ജഡത്തെ കുത്തുവാനായി സാത്താന്റെ ദൂതനെ തന്നെ ഒരു ശൂലമായി നിർത്തുകയാണ്. എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും, എത്ര വലിയ അത്ഭുതങ്ങളിലൂടെ യാത്ര ചെയ്താലും ഞാൻ ഒരുത്തം മാത്രം ഒഴികെ മറ്റുള്ളവരെല്ലാം അശുദ്ധരെന്ന കാഴ്ചപ്പാട് നമ്മെ അപകടത്തിലേക്ക് നടത്തും. ഏലിയാവിനെ കുറിച്ചുള്ള നമ്മുടെ ചരിത്ര വായനയിൽ കാക്കയും സാരഫാത്തിലെ വിധവയും വിധവയുടെ മകനും കർമ്മേലിലെ പ്രാർത്ഥനയും ഒരു കൈമേഘവും അങ്ങനെ അത്ഭുതങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ അതിനിടയിൽ കൂടെ തന്റെ ഭക്തന്മാരെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരവിരുതിനെ നാം മനഃപൂർവ്വമായി ഒഴിവാക്കിയോ അവ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയോ ചെയ്യുകയാണ്. ഇത്ര വലിയ അത്ഭുത പ്രവൃത്തികളെല്ലാം ചെയ്ത പ്രവാചകനാണ് ഇസബേലിനെ ഭയന്ന് ചൂരച്ചെടിയുടെ തണലിൽ വിശ്രാമം കണ്ടെത്തുന്നത്. നിന്റെ നാമം ഒന്ന് പിടിച്ചു നിർത്തുവാനായി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് നിനക്കറിയുന്നതാണല്ലോ. ഇസ്രായേലെല്ലാം നിന്റെ നിയമത്തെയും നിന്നെ തന്നെയും ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠത്തെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു കളഞ്ഞത് നിനക്കറിയാത്തതല്ലോ. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചപ്പോഴും ഞാൻ ഒരുത്തം മാത്രം നിനക്കായി ശേഷിച്ചിരിക്കുകയാണ്. നിന്റെ പേര് ഭൂമിയിൽ നിലനിർത്തുവാനായി ആ എന്റെ തലയ്ക്ക് അവർ വിലയിട്ടിരിക്കുന്നു. ഇനിയും ശേഷിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്.
നിന്റെ പേര് നിലനിർത്തുവാനായി എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് നിന്റെ ആവശ്യമാണെങ്കിലും നീ കരുതുന്നത് പോലെ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാളും നല്ലവനല്ല. സ്നേഹത്തിന് എവിടെ കുറവ് വരുന്നോ അപ്പോൾ മുതലാണ് ചെയ്തെടുത്ത പ്രവൃത്തികളെല്ലാം തികട്ടി വരുന്നത്. നീണ്ട പട്ടിക നിരത്തി പൂർവകാല സ്നേഹത്തിന്റെ വില നിർണയിക്കുന്നത്. ഏലിയാവിനെ കെരീത്ത് തോട്ടിൽ ഒളിപ്പിച്ചതും കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്തതും നമ്മുടെ മുമ്പിൽ വലിയ അത്ഭുതമായി നിൽക്കുകയാണ്. എന്നാൽ ശത്രുവിന്റെ പാളയത്തിൽ ആഹാബിന്റെ സേവകരെ കൊണ്ട് 3 നേരം മൃഷ്ടാന ഭോജനം കൊടുക്കുന്ന ഓബദ്യാവിനെ നാം കാണാതെ പോകുന്നു. ബാലിന് മുഴങ്കാൽ മടങ്ങാത്തതും അവനെ സ്തുതിക്കാത്തതുമായ വായുള്ളവനെ ആഹാബിന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചിരിക്കുമ്പോഴാണ് ഏലിയാവ് പറയുന്നത്, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന്. പലപ്പോഴും നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ. ദൈവത്തിന് പരിധി നിർണയിക്കുക, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നമ്മുടെ സങ്കല്പത്തിനപ്പുറം പോവുകയില്ല എന്ന് നിർബന്ധം പിടിക്കുക, വിശുദ്ധിയുടെ അതിർത്തി ഞാനും എന്റെ കുടുംബവും ചെയ്യുന്നത് വരെയാണെന്ന് വാശി പിടിക്കുക. എന്തു ദർശനം നൽകിയാണോ ദൈവം തന്നെ വിളിച്ചിറക്കിയത്, ശുശ്രൂഷയുടെ ബഹുത്വത്താൽ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ട ദർശനം വീണ്ടും അവന്റെ ഹൃദയത്തിലേക്ക് പകർന്നു. യഥാസ്ഥാനപ്പെടുത്തുവാനായി ദൈവം ഇറങ്ങി വരുന്നു. വിളിച്ചിറക്കിയപ്പോൾ ഒരു പ്രതീക്ഷയോടെയാണ് ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. ചില മുട്ടാത്തർക്കങ്ങളും മറ്റും പറഞ്ഞ് നാമം ചില ഗുഹകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഈ ഗുഹകൾ നമ്മെ പിന്മാറ്റത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. നമ്മുടെ പിന്മാറ്റം പലപ്പോഴും നാമം സമ്മതിച്ചു കൊടുക്കാറില്ല. അതിന് നമ്മൾ പറയുന്ന ന്യായങ്ങൾ മറ്റുള്ളവർ ശരിയല്ലെന്നാണ്. മറ്റുള്ളവർ നന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു. ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന കാലത്തോളം ദൈവത്തിന് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുകയില്ല. ബഹളമയത്തിനിടയിൽ ദൈവത്തെ നാം കണ്ടെത്തുവാൻ ശ്രമിക്കാറുണ്ട്. അതിനായി നാം താളമേളങ്ങളുടെ ഘനം കൂട്ടാറുണ്ട്. ഏലിയാവിനെ യഥാസ്ഥാനപ്പെടുത്തുവാനായി ദൈവം ഇറങ്ങി വരുമ്പോൾ നാം വായിക്കുന്നത്, പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റും കാറ്റിനു ശേഷം വന്ന ഭൂകമ്പത്തിലും ശേഷമുണ്ടായ തീയിലും യഹോവ ഇല്ലായിരുന്നു എന്നാണ്. നാം പാടുന്നത് തീ പോലെ ഇറങ്ങണേ എന്നാണ്. തീക്ക് ശേഷം മൃദുവായ സ്വരം. ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളില്ല. ഇപ്പോൾ ഉള്ളത് ദർശനം കൊടുത്ത് വിളിച്ചിറക്കിയവനും ദർശനം പ്രാപിച്ച് ശുശ്രൂഷയിൽ കുഴങ്ങി ഇടയ്ക്ക് വെച്ച് ദർശനം ഉപേക്ഷിച്ചവനും തമ്മിലുള്ള കൂടിക്കാഴ്ച. വീണ്ടും ഏലിയാവ് പരിഭവങ്ങളുടെ ഭാണ്ഡക്കെട്ടഴിക്കുവാൻ ശ്രമിക്കുന്നു. പതിവ് പല്ലവി ഇവിടെയും ആവർത്തിക്കുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. കർത്താവ് അവനെ വീണ്ടും ശുശ്രൂഷ ഫലമേൽപ്പിക്കുകയാണ്. അരാമിൻ രാജാവായിട്ട് ഹസായേലിനെയും ഇസ്രായേലിന് രാജാവായി യേഹുവിനെയും നിനക്ക് പകരം പ്രവാചകനായി എലീശയെയും അഭിഷേകം ചെയ്യുക. ഹസായേലിനെയും യേഹുവിനെയും അഭിഷേകം ചെയ്തതുകൊണ്ട് ഏലിയാവിന് കുഴപ്പമില്ല, തന്നെ ബാധിക്കുന്ന കാര്യവുമല്ല. തന്നെയുമല്ല, ആഹാബിന്റെ കുടുംബത്തിന് എതിരായിട്ടാണ് ഈ രണ്ടുപേരെയും അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ മൂന്നാമത്തെ പേര് ഏലിയാവിനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത്. മരിക്കുവാനായിട്ടായിരിക്കാം ഹോരേബോളം അവൻ എത്തിയതെങ്കിലും നിനക്ക് പകരം എന്നുള്ള വാക്ക് ഒരു ഉൾക്കിടിലത്തോടെയാകാം ഏലിയാവ് കേട്ടത്. എലീശായെ പോലെ 100 കണക്കിന് വിശുദ്ധന്മാരെ ദൈവം ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഏലിയാവിന് പ്രഹരമായി. ഏലിയാവ് തകർക്കപ്പെടുകയാണ്, ഉടച്ചു വാർക്കപ്പെടുകയാണ്, കഴിവുകളെല്ലാം അടിയറവ് വയ്ക്കുകയാണ്. നിസ്സഹായനായി നിൽക്കുന്ന ഏലിയാവിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ദമ്മേശക്കിന്റെ വഴിയായി മടങ്ങിപ്പോകണമെന്നാണ് യഹോവ അവന് കൊടുക്കുന്ന അരുളപ്പാട്. എന്നാൽ അവൻ ആദ്യം ചെയ്തത് അവന് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവൻ, ഞാനില്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷ നിന്നുപോകുമെന്ന് കരുതിയവൻ, ഇപ്പോൾ നിർത്താതെ ഓടുകയാണ് തനിക്ക് പകരക്കാരനെ അഭിഷേകം ചെയ്യുവാനായി. തുടർന്നുള്ള പഠനത്തിൽ നാം മനസ്സിലാക്കുന്നത് ഹസായേലിനെയും യേഹുവിനെയും അഭിഷേകം ചെയ്യുന്നത് എലീശായുടെ കാലത്താണ്. സ്വർഗത്തിന്റെ ദർശനം ഏലിയാവിനെ തെല്ലൊന്നുമല്ല മാറ്റിയത്. ഭൂകമ്പവും കാറ്റും തീയും പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത് നിമിഷങ്ങളുടെ ദൈർഘ്യത്തിൽ നമ്മിൽ സ്വാധീനം ചെലുത്തുമെങ്കിലും മൃദുവായ സ്വരം ഹൃദയത്തെ തകർത്ത് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും തന്മൂലം ഉണർവിലേക്കും നയിക്കും. സ്വർഗത്തിന്റെ ദർശനം വീണ്ടും നമ്മിൽ ഊട്ടിയുറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ അത് സാക്ഷ്യമായി ഘോഷിച്ച് മറഞ്ഞുപോയോ, അതോ അതിനിടയിൽ കൂടെ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വർഗീയ ദർശനം പ്രാപിച്ചു? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അത് മഴ പെയ്യാതിരിക്കുവാനും പെയ്ക്കാതിരിക്കുവാനുമുള്ള പ്രസ്താവന മാത്രമല്ല, പ്രത്യുത നമ്മെപ്പോലെ തന്നെ സാധാരണ മനുഷ്യനാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ്.